കുറച്ച് നാളായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു ഇത് കണക്കുണ്ട് ഈ ഫിറോസും അതോടെ തന്നെ സജിനും ഉണ്ട് ഈ വേർപിരിഞ്ഞായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുള്ള കാരണം എന്താണെന്നുള്ളതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. കുറേ നാളായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫിറോസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നീലക്കുയിൽ എൻ്റർടൈൻമെൻറ്റ് ചാനലുണ്ടെങ്കിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്കുണ്ടെങ്കിൽ സജിനൊക്കെ ഉണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു ആ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഇതുവരെ അവർ കൺഫേം ഒന്നും ആക്കിയിട്ടില്ല. പക്ഷേ പലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്കൊണ്ട് ഈ ഫിറോസ് ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഹിൻ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ വിചാരിക്കുന്നവർ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കും, അല്ലെങ്കിൽ ആരാധിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവം അറിയുമ്പോഴത്തേക്ക് ഇതേ കണക്ക് പ്രശ്നങ്ങളാവും എന്നുള്ള രീതിയിലൊക്കെ ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒന്ന് സായി ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഇതേ കണക്ക് കുട്ടി ഫയൽസ് ആണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇത് ഉദ്ദേശിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ഇതുവരെ കൺഫേം ആയിട്ടില്ല. അവരുടെ ജീവിതത്തിൽ എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അവരുടെ കാര്യത്തിൽ ഓരോരോ കാര്യങ്ങൾ ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി പറയുന്നതായിരിക്കും. അത് വിശ്വസിക്കാനും പറ്റത്തില്ല.